സ്വിച്ച് ഇട്ടതുപോലെ മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ടും മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടും വീട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു പ്രോട്ടീൻ ഹെയർ പാക്ക് തയ്യാറാക്കിയെടുക്കാം. കൂടാതെ മുടിക്ക് നല്ല തിക്ക് വെക്കാനായിട്ടും മുടി നല്ല നീളത്തോടുകൂടെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഹെയർ പാക്കാണിത്. എല്ലാവരുടെയും അടുക്കളയിൽ സുലഭമായി ലഭിക്കുന്ന ചെറുപയറും ഉഴുന്നും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോട്ടീൻ ഹെയർ പാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. എനിക്ക് നല്ല രീതിയിൽ മുടിയുടെ ഉള്ളു കുറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കൊരു ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ്റെ ആ സമയത്ത് ഞാൻ ചൂടുവെള്ളത്തിലാണ് കുളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുടി നല്ല രീതിയിൽ കൊഴിയുന്നുണ്ടായിരുന്നു. പിന്നെ 2-3 ദിവസമൊക്കെ എനിക്ക് ഹെയർ കഴുകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വയ്യാതെ കിടന്നത് കൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിലൊരു ഹെയർ കെയർ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മുടി കൊഴിച്ചിൽ മാറിയതും മുടി നല്ല രീതിയിൽ വളർന്നു വന്നതും തലയോട്ടി നിറയെ ചെറിയ മുടികളൊക്കെ നല്ല രീതിയിൽ കിളിർത്തു വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ചെറുപയറാണ്. ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടല്ലോ, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ 3 ടേബിൾ സ്പൂൺ ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ചെറുപയറുണ്ടല്ലോ നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. മുടിക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, ചർമ്മത്തിനും ചെറുപയർ നൽകുന്നത് നിസ്സാര ഗുണങ്ങളൊന്നുമല്ല. മുടിക്ക് തിളക്കം കിട്ടാനും മുടിയുടെ സൗന്ദര്യം നിലനിർത്താനൊക്കെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചെറുപയർ എന്ന് പറയുന്നത്. ചെറുപയർ നമുക്ക് കുതിർത്ത് വെക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. ഒരു 4 മണിക്കൂറോളം കുതിർക്കാനായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ചെറുപയർ കഴിക്കുന്നത് നല്ലതാണ്. ധാരാളം പ്രോട്ടീൻസും വിറ്റാമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ചെറുപയറിനകത്ത്. ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നാണ് കേട്ടോ. ഉഴുന്നിലാണേലും ധാരാളം പ്രോട്ടീൻസ്, അയണൊക്കെ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻസ് ഒക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. മുടി കൊഴിച്ചിൽ തടയാനായിട്ടാണേലും മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടാണേലും ഉഴുന്ന് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഉഴുന്നിനാണേലും ചെറുപയറിനാണേലും ഭയങ്കര വിലയാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനാണെങ്കിലുണ്ടല്ലോ മാസത്തിൽ 2 പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മുടി ആ സമയത്ത് നല്ല സിൽക്കി ആയിട്ട് കിട്ടും. മുടിക്ക് ഈ ഹെയർ പാക്ക് എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. ഞാൻ എൻ്റെ മുടിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്തൊക്കെ മക്കൾക്ക് ഞാനിത് മുടിയിൽ തേച്ച് കൊടുക്കാറുണ്ട്. താരനുണ്ടെങ്കിലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഹെയർ പാക്കാണിത്. 2 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്ന് നമുക്ക് കുതിർക്കാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. ഞാൻ ചെറുതായിരുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ വല്യമ്മച്ചി ആണെങ്കിലും അമ്മയാണെങ്കിലൊക്കെ സോപ്പൊന്നും എനിക്ക് തേച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല. ചെറുപയർ പൊടിയാണ് എനിക്ക് മുടിയിൽ തേച്ച് തന്നിരുന്നതും ദേഹത്താണെങ്കിൽ സോപ്പിന് പകരമൊക്കെ തേച്ച് തന്നിരുന്നത്. അത്രയും ഗുണങ്ങളുണ്ട് ചെറുപയറിന്. ആഴ്ചയിൽ 2 നെല്ലിക്ക കഴിക്കാം. അതുപോലെ തന്നെ ക്യാരറ്റ് കഴിക്കാം. പിന്നെ നട്ട്സ് ഉണ്ടല്ലോ, നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നട്ട്സുകളൊക്കെ മേടിച്ച് കഴിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാൻ പറ്റും. ചെറുപയർ നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഒന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുതിർന്ന് കിട്ടിയിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. ചെറുപയറിലാണെങ്കിലും ഉഴുന്നിലാണെങ്കിലൊക്കെ നല്ല രീതിയിൽ അഴുക്കുണ്ടാവും. അപ്പം നന്നായിട്ട് തന്നെ കഴുകിയിട്ട് വേണം നമ്മൾ ഹെയർ പാക്കിനൊക്കെ എടുക്കാനായിട്ട്. ഉഴുന്നും നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഉഴുന്ന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തിക്കായിട്ടൊന്നും അല്ല നമ്മളിത് അരച്ചെടുക്കുന്നത്, നല്ല ലൂസായിട്ട് തന്നെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിനാവശ്യമായ വെള്ളം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ തന്നെ നമ്മൾ തലയിൽ തേച്ച് കൊടുത്താൽ നമുക്ക് കഴുകാനൊക്കെ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു തോർത്ത് ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. തോർത്ത് തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു തുണി ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റും. 1-2 ആഴ്ചയായിട്ട് എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിയുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പം കുറച്ച് വെള്ളം കൂടിയൊക്കെ നല്ല രീതിയിലൊന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓർക്കുമ്പോൾ വെള്ളം എടുത്ത് കുടിക്കാറുണ്ട്. എന്നും താമസിച്ചൊക്കെയാണ് മുടി കഴുകിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയൊക്കെയാന്ന് തോന്നുന്നു മുടി കൊഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പം ഞാനാണെങ്കിൽ കുറച്ച് നേരത്തെ മുടിയൊക്കെ കഴുകിയിട്ട് നേരത്തെ തന്നെ മുടി ഉണക്കി മുടി ജടയൊക്കെ കളഞ്ഞിട്ട് കെട്ടി വെക്കാനായിട്ട് നോക്കാറുണ്ട്. അപ്പം മുടിയിൽ കുറച്ച് ഓയിലൊന്ന് തലയോട്ടിയിലും മുടിയിലൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം വേണം ഹെയർ പാക്ക് തേച്ച് കൊടുക്കാനായിട്ട്. തലയോട്ടിയിലാണ് നമ്മൾ മെയിനായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. മുടിയിലും തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മുടി നല്ല സിൽക്കി ആവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത്. മുടി കഴുകി കഴിയുമ്പോൾ നല്ല ഒരു സോഫ്റ്റും സിൽക്കിയൊക്കെ ആയിട്ട് കിടക്കും കേട്ടോ നമ്മുടെ മുടി.
ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ചെറുപയറിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഉഴുന്നിൻ്റെ പൊടിയൊക്കെ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കുക. ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. അതിനുശേഷം ഒരു തുണി ഉപയോഗിച്ചൊന്ന് അരിച്ചെടുത്തിട്ട് തലയിൽ തേച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ തലയിലൊക്കെ ഒരുപാട് അഴുക്കൊക്കെ കാണൂല്ലേ. അപ്പോൾ അഴുക്കൊക്കെ പോകാനായിട്ടാണെങ്കിലും മുടി നല്ല ഉള്ളു വയ്ക്കാനും മുടിയുടെ ഹെയർ ഫോള് കുറയ്ക്കാനൊക്കെ നല്ലതാണ്. തലയൊട്ടി നിറയെ പുതിയ മുടികൾ കിളിർക്കാനും മുടി നല്ല എന്താ പറയുക, മുടിയുടെ ഒരു ഒരു പരിപരിപ്പുള്ള മുടിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറ്റിയെടുത്തിട്ട് നല്ല സിൽക്കി ആയിട്ട് കിടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം മുടിയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം മുടി ഇതുപോലെ ഒന്ന് കെട്ടി വെക്കുന്നുണ്ട്. മുടിയിൽ തേച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഹെയർ വാഷ് ചെയ്യാനായിട്ട്. ഷാമ്പൂ സോപ്പ് ഒന്നും ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യരുത്. നമ്മൾ വെറുതെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കുക. ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ. താങ്ക് യു.